വായിച്ചു കേൾപ്പിക്കാം. സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ഞങ്ങൾക്കിടയിലും നടന്നിട്ടുള്ളൂ. അത് ഒരു അബദ്ധത്തിൽ ഞങ്ങളുടെ ഫോൺ വഴി ലീക്കായതാണ്. ബാക്കി എന്തെഴുതും? ബാക്കി ഞാനല്ല, നീയാണ് ആദ്യം വഴക്കിട്ടതെന്നും കൂടെ എഴുതിക്കും. അത് ശരി, നൈസായിട്ട് ഊരി പോവാൻ നോക്കുവാണല്ലേ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഞാൻ ഈ പരിപാടിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. അത് വേണം, എന്തായാലും അത് വേണം. കുടുംബശ്രീ ഗ്രൂപ്പിലെ ഓരോന്ന് കേൾക്കുമ്പോഴേ എന്റെ നെഞ്ചിടിക്കുവാ. അപ്പൊ കുഴിപ്പള്ളത്തെ ഗ്രൂപ്പിലെ മെസ്സേജ് ഒന്നും അമ്മമ്മ കണ്ടില്ലല്ലോ. അമ്മേ, എനിക്ക് ആലോചിക്കുമ്പോ എന്നെ തല കറങ്ങുക. നീ ബാക്കിയോടെ എഴുത്. എന്താ എഴുതണ്ട, അതും കൂടെ പറഞ്ഞാ. അതെനിക്ക് അറിഞ്ഞുകൂടാ. ചേച്ചി എന്തായി? ലൈവ് ഉള്ള കണ്ടെന്നായ? എന്തായാലും പെട്ടെന്നാവട്ടെ. ഇപ്പൊ പുറത്ത് മറ്റേ ടാറിയാണ് ചേട്ടൻ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. മറ്റേ വീഡിയോ കാണിച്ചിട്ടേ ഇത് മോന്റെ അമ്മൂമ്മയും ചേച്ചിയല്ലേ? നീ മിണ്ടരുത്, നീ ഒറ്റൊരുത്തം കാരണം ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കണത്. എടാ, നിനക്കൊക്കെ ഞാൻ എന്തോരം ചോറ് വായി തന്നതാടാ. എന്റെ അടുത്ത് തന്നെ നീ ചതി ചെയ്യണായിരുന്നു. ചേച്ചി അങ്ങനെയൊക്കെ പറയണേ. ഞാൻ 100 തവണ ഞാൻ പറഞ്ഞില്ലേ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഫോൺ കംപ്ലൈന്റ് ആയോണ്ടല്ലേ. പാട്ട ഫോൺ ഞാൻ തല്ലിപ്പൊടിച്ച് കളയും, നോക്കിക്കോ. സത്യം പറഞ്ഞ ഞാൻ ആ വീഡിയോ ചേച്ചി അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ഞാൻ ഡിലീറ്റ് കുത്തുമ്പോ ഷെയറിലാണ് പോണത്. അങ്ങനെ ഞാൻ 30 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തറിയും. എടാ, പറ്റിപ്പോയേച്ചി, സോറി. സോറി പറഞ്ഞാ തെറ്റല്ലാതാവൂടാ. ഇപ്പൊ എന്തൊരു ചെയ്യാനാണ്? പറ്റിപ്പോയത് പറ്റിപ്പോയില്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എഴുതി തരാം. പൊന്നോ, സഹായിച്ചതൊക്കെ മതി. ഇതിപ്പം ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഒരു ലൈവിന് വിട്ടാലും മറ്റേത് റീച്ച് ആയതുപോലെ ഇത് റീച്ച് ആകുമെന്ന് പറഞ്ഞൂടാ. എന്ത് ചെയ്യാനാ? നീ അല്ല വല്ല വഴിയും പറഞ്ഞു തന്നാ. പിന്നെ വേറൊരു വഴിയില്ല, ഇത് തന്നെ ഉള്ളു വഴി. എന്റെ വാലിരിക്കണ കേക്കരുതിട്ടാ. എന്നാലും നീ എന്റെ അടുത്ത് തന്നെ ഇത് ചെയ്തല്ലോടാ. ലച്ചു, നീ എളുപ്പം എഴുത്. അപ്പൂപ്പൻ ഇനി അടുത്ത വിളിക്കുന്നതിന് മുമ്പേ നമുക്ക് ലൈവ് പോണം. എടാ, നീ വീഡിയോ കണ്ടാ? ലച്ചു, നീ വീഡിയോ കണ്ടാ? ഞാൻ കണ്ടൊന്നുമില്ല, അത് കാണുമ്പോ തന്നെ എന്റെ കിളി പോവാ. നീ കണ്ടാടാ? അമ്മ ചുമ്മാ ശല്യപ്പെടുത്താതെ പോയേ. ഞാൻ ഇവിടെ അടുത്ത ലൈവ് പോകാനുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. എടാ, ഇപ്പൊ നീ വീഡിയോ കണ്ടാ ഇല്ലേ? കണ്ട് കുറെ തവണ കണ്ട്. ഒരു ചാനലില് 1 മില്യൺ അടിച്ച്, മറ്റേതില് 1 മില്യൺ അടുക്കാൻ പോണ്, പിന്നെ വേറൊരെണ്ണത്തില് ട്രെൻഡിങ് 10th. എടാ, എന്നിട്ട് നീ കമന്റ്സ് വായിച്ചാ? അയ്യോ, വായിച്ച് കുറച്ച് വായിച്ചപ്പോ എനിക്ക് തൃപ്തിയായി. അതോടെ ഞാനങ്ങ് നിർത്തി. ഞാനൊക്കെ കേരളായിരിക്കും അല്ലേ? ശൂന്യാകാശത്താ. എടാ, ഇപ്പൊ ഉള്ള കമന്റ്സ് വായിച്ചാന്ന്. ഇപ്പൊ ഉള്ള കമന്റ്സ് തന്നെ വായിക്കണേ. നേരത്തെ ഉള്ള കമന്റ്സ്, ഇപ്പോൾ ഉള്ള കമന്റ്സ് എല്ലാം കമന്റ്സ് തന്നെയല്ലേ? എടാ, എന്നാ ഇപ്പൊ ഉള്ള കമന്റ്സ് വായിക്കണം. എന്റെ പൊന്നമ്മ ഒന്നും മിണ്ടാതിരി, കുറെ നേരമായല്ല. ഞാൻ വായിച്ചു തരാം നിനക്ക്. ലച്ചു, നീ കേക്കണം. ലച്ചു, ഞാൻ വായിച്ചു തരാം. എന്റെ ഗൗരി, നീ ഒന്നും മിണ്ടാന്നില്ലേ? അമ്മ എന്തിനമ്മ ചൂടാവണ? ഞാൻ കമന്റ്സ് വായിക്കട്ടെ. രണ്ടുപേരുടെയും പെർഫോമൻസ് കൊള്ളാം. രണ്ടുപേരുടെയും പെർഫോമൻസ് കൊള്ളാം. അടുത്ത കമന്റ് വായിക്കട്ടെ. ആരാണ് കുഞ്ഞിക്കണ്ണുള്ള പെൺകുട്ടി? അടുത്തുണ്ട്. അഭിനയത്തിൽ അമ്മൂമ്മയ്ക്കിരിക്കട്ടെ ഒരു കുതിര പവൻ. അടുത്ത കമന്റ്. ഇനിയും ഇതുപോലത്തെ കണ്ടന്റ് പ്രതീക്ഷിക്കുന്നു. അടുത്തത്. ആ പെൺകുട്ടിക്ക് ആരെങ്കിലും സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കുമോ? ഇതെന്താ മൊത്തം പോസിറ്റീവ് കമന്റ്സ്? മനസ്സിലായില്ലേ? എടാ, ആൾക്കാരൊക്കെ വിചാരിക്കണം നിങ്ങൾ അഭിനയിച്ചാണെന്നാണ്. മനസ്സിലായില്ലേ? എടാ, ആൾക്കാർ വിചാരിച്ചു വെച്ചേക്കണം നിങ്ങൾ രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കിയതേ അത് അഭിനയിച്ചാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. എനക്കും ഒന്നും പുരിയല്ല. അതായത് നിങ്ങൾ രണ്ടുപേരുടെ ഒറിജിനലായിട്ട് അടി ഉണ്ടാക്കിയോ? അത് നമ്മൾ ലൈവ് വിട്ടോ? അത് ആൾക്കാർ വിചാരിച്ചാൽ നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ട് ലൈവ് വിട്ടിയാണെന്ന് അല്ലേ?